പള്ളിച്ചട്ടമ്പി മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വിഷുവിനൊരു ഫെസ്റ്റിവൽ മൂഡിലുള്ള പടം കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പള്ളിച്ചട്ടമ്പി വിൽ ഡിസപ്പോയിൻറ്റ് യു. വൈ? ബിക്കോസ് ഇതിനകത്ത് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മൂഡിൽ നമ്മളെ വൈബ് അടിപ്പിക്കാനുള്ള ഐറ്റങ്ങളൊന്നുമില്ല. ഡിജോ ജോസ് ആൻ്റണിയാണ് ഡയറക്ടർ. ജനഗണമന, ക്വീൻ ഇതിൻ്റെയൊക്കെ ഡയറക്ടറാണ് ഇങ്ങേര്. സോ എക്സ്പെക്റ്റേഷൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹൈയാണ്. ബിക്കോസ് പ്രീവിയസ് വർക്കുകളൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു ആ ഒരു റിട്രോ മൂഡിൽ പഴയ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ് എന്നുള്ളത് ട്രെയിലറും ഇതിൻ്റെ പാട്ടും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ സ്റ്റോറി നറേഷൻ ഭയങ്കര ഭയങ്കര സ്ലോ ആണ്, ശോകമാണ്, റബ്ബർ ബാൻഡ് എഫക്റ്റാണ്. അങ്ങനെ പോവാണ്. പ്രത്യേകിച്ച് നമ്മളെ ത്രില്ലടിപ്പിക്കാനോ നമ്മളെ ഒരു ക്യൂരിയോസിറ്റി കൂട്ടാനോ ഉള്ള എലമെൻറ്റ്സ് ഒന്നും ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി നറേഷൻ്റെ ഇല്ല. അത് ആ പ്ലോട്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കണം ഒന്നും അതിനകത്ത് ഫീലായില്ല. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെയുള്ള ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. അതായത് ഒരു നാട്, ആ നാട്ടിനെ കമ്മ്യൂണിസം വിഴുങ്ങാൻ വരികയാണ്. ഓൾറെഡി കേരളത്തിൽ EMS സർക്കാർ വന്ന സമയത്ത് ഭൂപരിഷ്കരണ നിയമം, ആ പ്രശ്നങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അതിൻ്റെയൊക്കെ ബേസിസിൽ ഒരു നാട്, അവിടുത്തെ പള്ളിക്കാർ, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർക്കൊരു ചട്ടമ്പീനെ വേണം. ആ ചട്ടമ്പിയായിട്ട് ടൊവിനോയുടെ ക്യാരക്ടർ വരികയാണ്. ടൊവിനോയുടെ ക്യാരക്ടറിനൊരു പാസ്റ്റ് ഈ കഥയ്ക്കകത്ത് പറയുന്നുണ്ട്. പക്ഷെ ഈ പാസ്റ്റ് ആണെങ്കിലും അതൊരു കൺവിൻസിങ് സാധനമായിട്ട് ഫീൽ ആവുന്നില്ല. കഥയുടെ ഏറ്റവും ടുവേർഡ്സ് ലാസ്റ്റിലേക്ക് പോകുമ്പോഴാണ് പിന്നെ അത് കണക്ട് ചെയ്യാനുള്ള എലമെൻറ്റ്സ് വരുന്നത്. അത് ഫസ്റ്റ് ഹാഫ് നമ്മളെ പിടിച്ചിരുത്താത്തതായിട്ടുള്ള ഒരു കുറേ എന്തൊക്കെയോ കുറവുകൾ ഫില്ലായില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫ് വളരെ ഇഴഞ്ഞ് പിടിച്ച് ഇങ്ങനെ പോയി. പക്ഷേ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ അടിപൊളിയാണ്. ഇതിൻ്റെ ആർട്ടല്ലേ, സെറ്റും ആർട്ട് വർക്കൊക്കെ ഭയങ്കര രസമുണ്ട്. എനിക്ക് ചില ഫ്രെയിംസൊക്കെ ഈ ലോങ് ഷോട്ടൊക്കെ നോക്കുന്ന സമയത്ത് വാവ് എന്നുള്ളൊരു ഫീലൊക്കെ അടുപ്പിച്ചു. പക്ഷെ അതിനനുസരിച്ചുള്ള കഥയുടെ സന്ദർഭവും അങ്ങനത്തെ കഥാപരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ഫസ്റ്റ് ഹാഫിലില്ല. മനസ്സിലായോ? വിഷ്വൽസ് അടിപൊളിയാണ്, പക്ഷെ ഫസ്റ്റ് ഹാഫിലെ കഥയുടെ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ വളരെ ശോകമായിട്ട് ഏതൊക്കെയോ പടങ്ങളിൽ നമ്മൾ കണ്ടു പറഞ്ഞ ഒരു എലമെൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ശോകം. എനിക്ക് ഭയങ്കര എന്താ പറയുക, ബിലോ ആവറേജ് ബെൽറ്റിൽ പോയൊരു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ കഥ എക്സ്പെക്റ്റഡ് ആണ്. നമുക്ക് മനസ്സിലാവും ഇത് ഈ വഴിക്ക് തന്നെയാണ് പോണത്, ഇത് ഈ രീതിക്കാവും. ഒരു നാടിനെ രക്ഷിക്കാനുള്ള രക്ഷകനായിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ അത് എങ്ങനെ രക്ഷിക്കുന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പെക്റ്റഡ് ആക്കിയിട്ട് തന്നെ ഇരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ എന്നാലും സെക്കൻഡ് ഹാഫിന് ഒരു പേസ് ഉണ്ട്. ഒരു താളം വന്നു, ഒരു ക്യാമിയോ റോള് വന്നു. അതും ആ ക്യാമിയോ റോള് നല്ല കിടിലൻ ക്യാമിയോ അല്ലേ, അടിപൊളി, ഒരു രക്ഷയില്ല. അതുവരെ ചത്ത് കിടന്ന തിയേറ്ററിനും ആ ഒരു ക്യാമിയോ തന്ന ഒരു തരം ഗൂസ് ബംസ് ഉണ്ട്. ആ ക്യാമിയോക്ക് വെച്ച കുറേ ഫ്രെയിമുകളും ആ ക്യാമിയോയുടെ BGMഉം അതിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. ആ ക്യാമിയോ തകർത്ത്. പക്ഷെ അതേ ക്യാമിയോനെ ടുവേർഡ്സ് എൻ്റെ ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട്, ഈ പടത്തിൻ്റെ ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് ഒരുമാതിരി ഡോക്ടർ രജിത് കുമാറിൻ്റെ താടി മീശയും വെച്ച് ഇരുത്തിയൊരു ഇരുത്തലുണ്ട്. എൻ്റെ മോനെ, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്താ പറയുക, നമ്മളെ നാട്ടിൽ സിനിമ എടുക്കുമ്പോൾ ഈ അത്യാവശ്യം വെക്കുന്ന വിഗ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ള അല്ലേ, ഒരാളെ ഫേസിന് ചേർന്ന വിഗ് വെച്ചാൽ പോരെ. എന്തോന്നറിയത് സത്യത്തിൽ ആ ഫ്രെയിം ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കണ്ടപ്പോൾ വിചാരിച്ചു, ഈ ക്യാമിയോനെ ഇത്രയും അടിപൊളിയാക്കി നിങ്ങൾ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഡോക്ടർ രജിത് കുമാർ ആക്കി ഇരുത്തി കളഞ്ഞോടേന്ന്. അങ്ങനത്തെ ഒരുമാതിരി താടി മീശയും വെച്ച് കൊടുത്തിട്ട് നല്ലത് വെച്ചാൽ പോരെ, അല്ലെങ്കിൽ ഇത്രയും കാണിക്കണോ? വയസ്സായി എന്ന് കാണിക്കാൻ ഇത്ര മറ്റേ അപ്പൂപ്പൻ പൂട പോലത്തെ താടി വേണം, കുറച്ചുകൂടെ. അത് ഭയങ്കര ശോകമായിപ്പോയി. സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഹാപ്പനിങ്ങുകളാണ്. കഥയ്ക്കകത്തും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനാവശ്യമായ വില്ലന്മാരും വരുന്നുണ്ട്. ആ വില്ലന്മാരും കൺവിൻസിങ് ആണ്. ഹീറോയുടെ ക്യാരക്ടറിന് ഒരു തരം എന്താ പറയുക, സൂപ്പർ ഹീറോ എലമെൻറ്റ് കയറി വരുന്നുണ്ട്. ലാർജർ ദാൻ റിയൽ ലൈഫ് ഐറ്റം വരുന്നുണ്ട്. അതൊക്കെ വർക്കായി. ആൻഡ് ഇതിനകത്ത് ഇവർ കയഡുവിനെ കൊണ്ടുവന്നത്, ആ ഒരു ക്യാരക്ടർ എനിക്ക് കയഡുവിനെ ഒട്ടും അതിൽ കൺവിൻസിങ് അല്ല. ആ ഹീറോയിൻ ക്യാരക്ടറിൽ കയഡു ഒരുമാതിരി ആ പടത്തിൽ തന്നെ ഓടുവണ്ണ ഔട്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ. മലയാളത്തിൽ ഇഷ്ടംപോലെ നടിമാരില്ലേ, ഇത്രയും കാശും ചിലവാക്കിയിട്ട് കയഡുവിനെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ അവർ പറയുമ്പോൾ ഇപ്പം ഒരു വഴിക്ക്, അവരുടെ ഡബ്ബിങ് ഒരു വഴിക്ക്. ഓക്കെ, കാണാൻ ഭംഗിയുണ്ട്, ആ ഫ്രെയിമിനകത്തൊരു രസമുണ്ട്, ഒരു ഫീലുണ്ട്. പക്ഷെ ആ നാടിൻ്റെ കഥയ്ക്കോ ആ കഥ പറയുന്ന കഥയ്ക്ക് തന്നെ അവർ വിപരീതമാണ്. എനിക്ക് തോന്നുന്നില്ല അതെന്താ അങ്ങനെ വെച്ചെന്നുള്ളത്. ഡിജോൻ്റെ ഇന്ന് ഞാൻ ഒരിക്കലും ആ ഒരു കാസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്തു. ഇപ്പോൾ പാട്ടിനകത്ത് നമ്മൾ കണ്ടപ്പോൾ ആ ഒരു പ്രേമം എലമെൻ്റ് ഒക്കെ സിനിമയ്ക്കകത്ത് ഭയങ്കര കിടിലനാവും തോന്നി.
പക്ഷെ ആ പ്രേമം പോലും ഒട്ടും എഫക്റ്റ് ചെയ്തില്ല. ആ പ്രേമം എഫക്റ്റ് ആയാലേ ആ ക്യാരക്ടറിനൊരു ഡെപ്ത് കിട്ടൂ. ആ പ്രേമം പോലും ഇവരുടെ ഇന്റർവ്യൂ കെമിസ്ട്രി ഇതിലും അടിപൊളിയായിരുന്നു. ടോവിനോടും കായിഡുവിൻ്റെ പടത്തിനകത്ത് ഭയങ്കര തെറിച്ച് നിന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫ് വാസ് ഓക്കെ ഫോർ മീ. ഫസ്റ്റ് ഹാഫ് വളരെ ശോകം. സെക്കൻഡ് ഹാഫിനാണ് പിന്നെ നമ്മളുടെ സെക്കൻഡ് ഹീറോ വരുന്നത് പടത്തിൽ. യെസ്, ദ വൺ ആൻഡ് ഓൺലി യാദിൽ ഇക്ബാൽ. ഓ മോനെ, ഏതാ സീനല്ലേ! നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മതി. സംഗതി മറ്റേ ഇൻസ്റ്റൻറ്റ് മാഗിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ 2 സെക്കൻഡേ മൂപ്പർക്ക് കൊടുത്തുള്ളൂ. ഉള്ളത് മൂപ്പരല്ലേ, ഉള്ളത് കണ്ണ് മാറിയാൽ നമുക്ക് കാണാൻ പറ്റില്ല, അങ്ങനെ പോകും. സൂക്ഷിച്ച് നോക്കണം മൂപ്പരെ. പക്ഷേ ഭാവിയുണ്ട്, ആരെങ്കിലുമൊക്കെ ചാൻസ് കൊടുത്താൽ കയറി വരും എന്നുള്ളൊരു വിശ്വാസം യാതിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ആരെങ്കിലും ചാൻസ് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരു അത്യാവശ്യം കുറച്ച് ആൾക്കാരെ കൈയടിപ്പിക്കാനുള്ള ഒരു സീനുണ്ട്. ആ സീന് പാർട്ടിക്കാർ കൈയടിക്കും. അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. അങ്ങനെ പടം കൊണ്ടുപോയി അവസാനത്തേക്ക് വെച്ചിട്ടുള്ളത് വീണ്ടും ഇതിനൊരു പോർഷൻ കൂടി വരുമോ എന്നുള്ളിടത്ത് കൊണ്ടായിട്ടാണ് ഇത് അവസാനിപ്പിച്ചത്. ആക്ച്വലി ഇത് അങ്ങനെ അവസാനിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് അതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ഇത് എൻഡിൽ നിന്ന് കാണിച്ച് നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഇത് അവിടുന്ന് കൊണ്ടുപോയി ക്ലൈമാക്സിന് വേറൊരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ് വെച്ചു. പക്ഷേ ടുവേർഡ്സ് ക്ലൈമാക്സ് ആയ സമയത്ത് കുറച്ചും കൂടി കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ആ പേസ് കൂടി, ഫൈറ്റ് സീൻസ് വന്നു, അങ്ങനെ കുറേ ആ ഒരു ഗ്രാമത്തിൻ്റെ സർവൈവൽ വന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നു. പക്ഷെ അവിടെയും ഈ ക്യാരക്ടറിന് ആദ്യം മുതലേ കാണിക്കുന്ന ടൊവിനോടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിന് ഇവരൊരു അമാനുഷികമായിട്ടുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് അതിനൊരു അമാനുഷികമായിട്ടുള്ള അല്ലേ, സൂപ്പർ നാച്ചുറൽ ഒരു സൂപ്പർ ഹീറോ അങ്ങനത്തെ ഒരു സാധനം വന്നവർക്ക്. അപ്പം അങ്ങനത്തെ ഒരു ഐറ്റമൊക്കെ വന്ന പോലത്തെ ഫീൽ തോന്നി. ഏകദേശം ഈ മിന്നൽ മുരളിലേക്ക് നിൽക്കുന്ന പോലത്തെ ലാസ്റ്റത്തെ ഈ നാടിനെ കാക്കാൻ ഞാൻ ഐറ്റമൊക്കെ ആയിട്ട് തോന്നിയത്. അതൊക്കെ കുറച്ച് ക്രിഞ്ച് അടിച്ചടേ. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശോകം ഫസ്റ്റ് ഹാഫും. സെക്കൻഡ് ഹാഫ് വാസ് ഓക്കെ ബിക്കോസ് കുറച്ച് കാര്യങ്ങൾ നടന്നു. ആ ക്യാമിയോ കാരണം സെക്കൻഡ് ഹാഫ് എനിക്ക് പേഴ്സണലി ഓക്കെ ആയി. കാരണം ആ ക്യാമിയോ എനിക്ക് വർക്കായി. പക്ഷെ ആ ക്യാമിയോ തന്നെ ടൈലൻഡിൽ കൊണ്ടുപോയി ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇട്ടപ്പോൾ രജിത് കുമാറിൻ്റെ താടിയും വെച്ചിരുത്തിയതാണ് സഹിക്കാൻ പറ്റാത്ത വൈറ്റായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു ഫെസ്റ്റിവൽ മൂഡിൽ കണ്ട് നമ്മൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ച് പോയാൽ നടക്കാത്തൊരു പടം. ഓക്കെ, ഫെസ്റ്റിവൽ മൂഡിൽ ഇപ്പോഴും ആഘോഷിക്കണമെങ്കിൽ വാഴയ്ക്കോ മോഹിനിയാട്ടത്തിനോ ഭരതനാട്യം അതിന് കയറേണ്ട ഒരു അവസ്ഥയാണ്. ഇത് നിങ്ങൾക്ക് കാണാം, ഒരു വൺ ടൈമാണ്. ഓക്കെ, ഒരു വൺ ടൈം സാധനമുണ്ട്. ടൊവിനോ ഫാൻസിന് കയറി കാണാം, അങ്ങനെ ക്യാമിയോ ഫാൻസിനും കയറി കാണാം. അത്രേ ഉള്ളൂ. അല്ലാതെ യാദിൽ ഫാൻസിന് കാണാം, ഒബിയസ്ലി യാദിൽ ഫാൻസിന് കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വെച്ച് പോകണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിനിമ.